നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവത്തിന് പിന്നാലെ കൊൽക്കത്തയിലെ തെരുവുകളിൽ ആരംഭിച്ച നീതിക്കായുള്ള മുറവിളി അവസാനിക്കുന്നില്ല. പ്രതിഷേധക്കാർക്കെതിരെ അക്രമികൾ അഴിഞ്ഞാടിയതും വനിതാ ഡോക്ടർമാരെ അടക്കം ആക്രമിച്ചതും രാജ്യം മറന്നിട്ടില്ല. സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ട് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് നിർദ്ദേശിച്ചതും രാജ്യം കണ്ടു. 2024 ആഗസ്റ്റ് 9 31കാരിയായ ജൂനിയർ വനിതാ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. ആഗസ്റ്റ് 10 പ്രതി സഞ്ജയ് റോയിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. ആഗസ്റ്റ് 12 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സ്ഥലം മാറ്റി. ആഗസ്റ്റ് 13 മാതാപിതാക്കളുടെ ഹർജിയിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ആഗസ്റ്റ് 14 കൊൽക്കത്ത പോലീസ് പ്രതിയെ CBIക്ക് കൈമാറി. ആഗസ്റ്റ് 17 ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം. ആഗസ്റ്റ് 18 സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. സെപ്റ്റംബർ 2 ആർജിക്കർ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സാമ്പത്തിക ക്രമക്കേടിന് അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 14 മമതാ ബാനർജി സമരം ചെയ്യുന്ന ഡോക്ടർമാരെ കണ്ടു. ഒക്ടോബർ 5 പ്രതിഷേധക്കാർ നിരാഹാര സമരം ആരംഭിച്ചു. ഒക്ടോബർ 7 CBI കുറ്റപത്രം സമർപ്പിച്ചു. ഒക്ടോബർ 24 ഡോക്ടർമാർ നിരാഹാരം അവസാനിപ്പിച്ചു. നവംബർ 12 രഹസ്യ വിചാരണ ആരംഭിച്ചു. 2025 ജനുവരി 18 സഞ്ജയ് കുറ്റക്കാരനാണെന്ന് സെഷൻ കോടതി കണ്ടെത്തി.